ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ പരിപാടി? ഇപ്പോൾ ഒരു വൈകുന്നേരം സമയം 5:30 ഗൈസ്. നല്ല മഴ. അപ്പോൾ നമ്മൾ കരുതി പുറത്തുനിന്ന് ചായ കുടിക്കാമെന്നല്ലേ. പുറത്തുനിന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്തുനിന്നാണേ ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചായ ഇട്ടു. ചായ കട്ടനാണ് ഇട്ടത്. എന്താ വെച്ചാൽ മഴക്ക് നല്ല കട്ടൻ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇതാ മഴയുണ്ട്. ഓൾമോസ്റ്റ് നേരത്തെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് മഴ, എന്നാൽ ഇപ്പോഴും ചെറുതായിട്ട് മഴയുണ്ട്. അങ്ങനെ നമ്മൾ ചായ എടുത്ത് പലഹാരം എടുത്ത് പുറത്ത് വന്നിട്ട് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നിലക്ക് പുറത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് മഴ സമയത്ത് അങ്ങനെ ഒരു ചായ കുടിക്കൽ. കഴിഞ്ഞൊരു വ്ളോഗിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഇതിപ്പോൾ അതുപോലെയല്ല, നല്ല അടിപൊളി കിടുക്കാച്ചി മഴയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഈ മഴയും കണ്ടുകൊണ്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നില പറഞ്ഞു, അമ്മ കുടയെടുത്തിട്ട് എനിക്കൊന്ന് പുറത്തിറങ്ങണം എന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ ശരിയാവില്ല കുഞ്ഞു, മഴ കുറച്ച് കുറയട്ടെ, മഴ കുറച്ച് കുറഞ്ഞിട്ടാകുമ്പം കൊടയെടുത്തിട്ട് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. ഓള് ഉദ്ദേശിക്കുന്ന കുടയെന്ന് വെച്ചാൽ കുഞ്ഞി കൊടയാണ്, ചെറുപ്പത്തിൽ അങ്ങനെ മേടിച്ചൊരു കുടയാണ്. അപ്പം അതെടുത്ത് പുറത്തിറങ്ങാമെന്നാണ് ഓള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും പറഞ്ഞു, എന്നാൽ നമുക്ക് പുറത്തിറങ്ങാം, മഴ കുറയട്ടെ, അമ്മയും വരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കുടയെടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ചു. ഞാൻ പറഞ്ഞു, ചായ കുടിക്ക്, ചായ കുടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാം, അപ്പോഴത്തേക്കും മഴയെല്ലാം കുറച്ചും കൂടി കുറയുമെന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റായി. കുറച്ച് ചായയും കുടിച്ചിട്ട് ഇതാ ആൾ നല്ല കുടയും നിവർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോഴാണ് എന്നോട് പറഞ്ഞ അമ്മ ഇറങ്ങണം എന്നല്ല. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം, ചായ കുടിച്ച് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെ ചായ കുടിക്കും. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു വാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇതാ പലഹാരം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞാൽ വരാം, ഞാനും കൂടി ചായ കുടിച്ച് കഴിയട്ടെ, എന്നിട്ടാകുമ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് നേരം മഴയത്ത് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന്. അപ്പോൾ ഇത് ഓരോ പലഹാരം എടുത്ത് കഴിക്കുക. നമ്മളങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലേ. ഇതൊന്ന കടി, ഇത് പെട്ടിയപ്പമാണ് ഗൈസ്, പെട്ടിയപ്പം അല്ലേ, പെട്ടിയപ്പം അല്ലേ. അയ്യോ പെട്ടിയപ്പം കാണില്ലല്ലോ, കാക്ക കൊണ്ട് പോയാ. നല്ല ഇടിയും മഴയുണ്ടല്ലോ ഇതില. പോയാ? എന്നാലും ചെറിയ ഇടിയും മഴയിലുണ്ട്. ഈ മഴയൊന്നും വരില്ലേ? പിന്നില്ലേ ഒരു പാട്ടോടെ മഴേനെ കുറിച്ച് പാട്. ഒരു പാട്ട് പാടുന്നില്ല മഴേനെ കുറിച്ച്, അറിയില്ലേ? അല്ല, റെയിനാ പാടുണ്ട്. റെയിൻ പാട്. അത് പാട്. എനിക്ക് ഒരു കഷ്ണം താണുന്നില്ല, ആ ഒരു കുഞ്ഞു കഷ്ണം മതി. എൻ്റെ കയ്യിലുണ്ട് ഗൈസ്, ഞാൻ തിന്നു. What? അതാണ് പറഞ്ഞത്. നല്ല തണുപ്പുണ്ടല്ലേ, ഓങ്ങിയാലോ, കെട്ടിപ്പിച്ച് പുറത്തു തോന്നിയാലോ. നല്ല നല്ല പറയാം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. മഴ മഴ പെയ്യുന്നു, മഴ പോവുന്നു, ജോലി പോവുന്നു, മഴയും പോവുന്നു, പോവുന്നു. വാവ്, സൂപ്പർ പാട്ട്, സൂപ്പർ പാട്ട്. പിന്നെ മെല്ലെ ഞാനും കൊടിയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി.
അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീടിൻ്റെ മുറ്റത്ത് തന്നെ കാട്ടുമുല്ലയുണ്ട്. കാട്ടുമുല്ല ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മണം മണത്തിട്ട് അവൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ആ പൂ പറിച്ച് തരണം. അപ്പോൾ ഞാൻ ആ പൂവും പറിച്ചു കൊടുത്തു, ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ കുടയില്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് കുരുത്തക്കേട് കളിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചു. അന്നേരം പിന്നെ ഞാൻ സമ്മതിച്ചില്ല. അതിന് വേണ്ടിയിട്ട് ചൊടിച്ച് പിണങ്ങി മാറി നിൽക്കുകയാണ് അവിടെ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ കളിയാക്കുന്നെല്ലാം വാ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ ചൊടിയുണ്ട്. ഇത് കണ്ടില്ലേ, ചിരിയും വരുന്നുണ്ടെന്നാൽ ചൊടിയുണ്ട് എന്തായാലും. ഞാൻ പിന്നെ പറഞ്ഞു വാ അമ്മയും വരാം, നമുക്ക് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഓളും കൂടി വീട്ടിൻ്റെ ഫ്രണ്ടിൽ മുകളിലേക്ക് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചുമ്മാ കൈയും പിടിച്ചിട്ട് നടക്കുക. അപ്പോൾ ചെറിയ തരത്തിലുള്ളൊരു ചാറ്റൽ മഴയേ ഉള്ളൂ. മഴ ഓൾമോസ്റ്റ് തീരാനായിന്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് നമ്മൾ മറ്റേ സാധാരണ നാട്ടിലുണ്ടാവുന്ന മുല്ലയില്ലേ, നാട്ടുമുല്ല, മറ്റേ തട്ടുമുല്ല, അതിൻ്റെ മൊട്ടൊക്കെ അവിടെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞോളോട് നമുക്കത് പിന്നെ പറിക്കാം, അതിപ്പം പറിക്കണ്ട, അത് വിരിഞ്ഞ് റെഡിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് വരുവേന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിൽ കയറി, ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബിരിയാണി വെക്കാൻ. ബിരിയാണി പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി അങ്ങനെ ഭയങ്കര സംഭവമാക്കിയിട്ടൊന്നും വെക്കുന്നില്ല. മോളിങ്ങനെ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ മേടിച്ചതുമില്ല, പിന്നെ അത് മേടിക്കാനും പോകണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെജ് ബിരിയാണി ആക്കാം, എല്ലാ ഐറ്റംസും ഇല്ല. അപ്പോൾ ഒരു തട്ടിക്കുട്ടി മോക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ബിരിയാണി ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നിന്നിട്ടാണ് ബിരിയാണി പരിപാടി തുടങ്ങിയത്. അപ്പം ഞാൻ ഈ വീഡിയോ എൻ്റെ ഫുൾ എടുത്തിട്ടുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും വരുന്നതുകൊണ്ട്, ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് ഫുൾ എടുത്തിട്ടുമില്ല. പിന്നെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ആണല്ലോ. അങ്ങനെ ബിരിയാണി റെഡിയാക്കിയ കൂട്ടത്തിൽ തൈര് ഉണ്ടായിരുന്നു, ഒരു പപ്പടം വെച്ചു, പിന്നെ ചമ്മന്തി ഉണ്ടാക്കി. അങ്ങനെ നിലയും ഞാനും കൂടി കഴിക്കുകയെന്ന്. നിലക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടമായി അമ്മയെ, നല്ല രസമുണ്ടെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിനി. ഞാൻ പറഞ്ഞാൽ ഫുൾ കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളോട്. ഗൈസ്, അപ്പോഴത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. ഓക്കെ ബൈ. പ്ലം അടിക്കുന്നില്ലേ? ഇവൾ കോപ്പി അടിച്ചതാണ് ഗൈസ്. പ്ലം എന്നുള്ളത് കോപ്പി അടിച്ചതാണ്. അത് ആരതിനകത്തുള്ളത്? ഏതൊരു വേറെ ഒരു വ്ളോഗറിൻ്റെ അതിനകത്തുണ്ട്. അത് ഇവൾ കോപ്പി അടിച്ചതാണ്. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.